മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരും അങ്ങനെയൊരു നിമിഷം. സത്യത്തിൻ്റെയും ലോകത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെയും ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് ചെയ്യേണ്ട നിമിഷം. അപ്പോൾ പലരും ചോദിക്കും, കുറച്ചു വിട്ടുവീഴ്ച ചെയ്താൽ എന്താണ് പ്രശ്നം? എല്ലാവരെയും സന്തോഷിപ്പിച്ചാൽ മതിയല്ലേ? പക്ഷേ ഒരു ദിവസം മക്കയുടെ ചൂടേറിയ മണൽപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സത്യവാനായ മനുഷ്യന്റെ മുന്നിൽ ഒരു നിർദ്ദേശം വന്നു. ഒരു വർഷം നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കൂ, അടുത്ത വർഷം ഞങ്ങൾ നിന്റെ അള്ളാഹുവിനെ ആരാധിക്കാം. ഇതൊരു രാഷ്ട്രീയ സമാധാന നിർദ്ദേശമായിരുന്നു, ഒരു മതപരമായ കോംപ്രമൈസ്, ഒരു സാമൂഹിക ഉടമ്പടി. പക്ഷേ അപ്പോൾ മുഴുവൻ ശിർക്കിനെയും വെട്ടിമുറിച്ചു കളഞ്ഞ 6 ആയത്തുകൾ ഭൂമിയിൽ മുഴങ്ങി. സൂറത്തുൽ കാഫിറൂൻ, ഖുർആനിലെ 109-ാം സൂറത്ത്. 6 ആയത്തുകൾ മാത്രം, പക്ഷേ ഇസ്ലാമിക അഖീദയുടെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനങ്ങളിലൊന്ന്. ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ കോംപ്രമൈസ് ഇല്ല, തൗഹീദിൽ ബാർഗേനില്ല, ഈമാനിൽ ഡൈലൂഷനില്ല. ഇത് വെറും കാഫിറുകളെക്കുറിച്ചുള്ള സൂറത്തല്ല. ഇത് ഓരോ മുസ്ലിമിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: നീ സത്യത്തിനു വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറാണോ? ഇസ്ലാം ആരംഭിച്ച ആദ്യകാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അവർ പരിഹസിച്ചു, അവഹേളിച്ചു, കല്ലെറിഞ്ഞു, ബഹിഷ്കരിച്ചു. പക്ഷെ ഒരു കാര്യം ഖുറൈശിനെ ഭയപ്പെടുത്തി: ഇസ്ലാമിന്റെ വളർച്ച. അവർ മനസ്സിലാക്കി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവർ പുതിയ മാർഗം തിരഞ്ഞെടുത്തു: യുദ്ധമല്ല, കോംപ്രമൈസ്. ചില റിവായത്തുകളിൽ പറയുന്നത്, നീ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ഒന്ന് സ്പർശിച്ചാൽ മതി. അവർക്ക് സത്യം വേണ്ടായിരുന്നു, അവർക്ക് വേണ്ടത് ഇസ്ലാമിന്റെ പ്യൂരിറ്റി തകർക്കുക എന്നതായിരുന്നു. അപ്പോൾ അതാ ഏഴാനാകാശത്തിന്റെ കവാടങ്ങൾ വിറച്ചു തുറക്കുന്നു. അർഷിന്റെ ചുറ്റും മഹത്വത്തോടെ നിലകൊള്ളുന്ന മലക്കുകൾ നിശബ്ദരാകുന്നു. മക്കയുടെ ഇരുണ്ട രാത്രിയിൽ ചരിത്രം ശ്വാസം പിടിച്ചു നിൽക്കുന്നു. കാരണം ഇപ്പോൾ ഇറങ്ങി വരുന്നത് സാധാരണ വാക്കുകളല്ല, ലോകത്തിലെ എല്ലാ കോംപ്രമൈസുകളെയും തകർക്കാൻ പോകുന്ന റബ്ബുൽ ആലമീന്റെ പ്രഖ്യാപനമാണ്. 100 നിറഞ്ഞ ചിറകുകളുമായി അമാനത്തിന്റെ മലക്ക്, വഹിയുടെ ദൂതൻ ജിബ്രീൽ അലൈവസല്ലം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ വരവിൽ ആകാശങ്ങൾ നടുങ്ങി, കാറ്റുകൾ നിശ്ചലമായി, കഅബയുടെ ചുറ്റുമുള്ള വിഗ്രഹങ്ങൾ തലകുത്തി വീണു. അപ്പോൾ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വ്യക്തമായ പ്രഖ്യാപനങ്ങളിലൊന്ന് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്യന്തം കരുണാനിധിയും ദയാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പറയുക, ഹേ സത്യനിഷേധികളെ. ഇവിടെ കുൽ, പറയുക എന്ന് അള്ളാഹു നേരിട്ട് നബിയോട് കൽപ്പിക്കുന്നു. ഇത് നബിയുടെ സ്വന്തം വാക്കുകളല്ല, ഇത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. യാ അയ്യുഹുൽ കാഫിറൂൻ, ഇത് വെറും അപമാനപദമല്ല. സത്യം വ്യക്തമായിട്ടും അത് നിരസിക്കുന്നവർ. ഇവിടെ ഒരു വലിയ ലെസനുണ്ട്. ഇസ്ലാം എല്ലാവരോടും നല്ല പെരുമാറ്റം പഠിപ്പിക്കുന്നു. പക്ഷേ സത്യത്തെ മറച്ചുവെച്ച് എല്ലാ മതവും ഒരുപോലെയാണ് എന്ന് പറയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുമില്ല. ഇവിടെ ലാ അഅ്ബുദു എന്നത് പ്രസന്റ് ടെൻസ്, ഇപ്പോൾ ഞാൻ ആരാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിഗ്രഹാരാധനയെ പൂർണ്ണമായി നിരസിക്കുന്നു. കാരണം തൗഹീദ് എന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ, ശിർക്കിനോട് യാതൊരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല. ഇവിടെ വളരെ ആഴമുള്ള തഫ്സീറുണ്ട്. ഖുറൈശികൾക്ക് അള്ളാഹുവിനെ അറിഞ്ഞിരുന്നു, പക്ഷേ അവർ ശരിയായ രീതിയിൽ ആരാധിച്ചില്ല. അവർക്ക് ശിർക്കുണ്ടായിരുന്നു. അതിനാൽ വെറും അള്ളാഹു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം മതിയാവില്ല, ശുദ്ധമായ തൗഹീദ് വേണം. വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. ഇവിടെ വീണ്ടും ആവർത്തനം വരുന്നു. എന്തുകൊണ്ട്?
ഖുർആനിലെ ആവർത്തനങ്ങൾക്ക് ശക്തമായ അർത്ഥമുണ്ട്. അള്ളാഹു പറയുന്നത്, സത്യവും അസത്യവും ഒരിക്കലും ലയിക്കില്ല. ഈ ആവർത്തനം ഒരു മതിൽ പോലെ. തൗഹീദിനും ഷിർക്കിനുമിടയിലെ ഒരു അതിർത്തി. വല അൻതും ആബിദൂന മാ ആബുദ്. ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല. വീണ്ടും ആവർത്തനം, കാരണം വിഷയം അതീവ ഗൗരവമുള്ളതാണ്. ഇബ്നു കദീർ റഹിമക്കുമുള്ള പറയുന്നു, ഈ സൂറത്ത് ഷിർക്കിൽ നിന്നുള്ള പൂർണ്ണ വിമോചനമാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കു എൻ്റെ മതം. ഇത് വെറുപ്പു പ്രഖ്യാപനമല്ല, ഇത് ക്ലാരിറ്റിയുടെ പ്രഖ്യാപനം. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ പിന്തുടരില്ല, നിങ്ങൾ എൻ്റെ വിശ്വാസത്തെ പിന്തുടരുന്നില്ല. ഇവിടെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് നീതി പുലർത്തുക, ദയോടെ പെരുമാറുക, പക്ഷേ അഖീദയിൽ കോംപ്രമൈസ് ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന്റെ സുന്നത്ത് റകാത്തിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും പതിവായി ഓതുമായിരുന്നു. മറ്റൊരു ഹദീസിൽ ഈ സൂറത്തിനെ ഷിർക്കിൽ നിന്നുള്ള വിമോചനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. കാരണം ഈ സൂറത്ത് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നു. ഇന്ന് ഖുറൈശിന്റെ വിഗ്രഹങ്ങൾ ഇല്ലായിരിക്കാം, പക്ഷേ പുതിയ വിഗ്രഹങ്ങളുണ്ട്. ഫെയിം, മണി, ഡിസയേഴ്സ്, സോഷ്യൽ അപ്രൂവൽ, ഹറാം, നോർമലൈസേഷൻ. ഇന്ന് ലോകം പറയുന്നത് എല്ലാം മിക്സ് ചെയ്യൂ, സത്യം സോഫ്റ്റൻ ചെയ്യൂ, മതം പേഴ്സണലാക്കി വെക്കൂ. പക്ഷേ സൂറത്തുൽ കാഫിറൂൻ നമ്മോട് പറയുന്നു, ഒരു മുസ്ലിം തൻ്റെ അഖീദയിൽ വ്യക്തതയുള്ളവനാകണം. ഇത് വെറുപ്പ് പഠിപ്പിക്കുന്ന സൂറത്തല്ല, ഇത് ഐഡന്റിറ്റി പഠിപ്പിക്കുന്ന സൂറത്താണ്. ചിന്തിച്ചു നോക്കൂ, മക്കയിൽ ഒറ്റയ്ക്കായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും മുഴുവൻ ഷിർക്ക്, സമ്മർദ്ദം, ഭീഷണി, ബഹിഷ്കരണം. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോംപ്രമൈസ് ചെയ്തില്ല. ഇന്ന് നമ്മൾ ചെറിയൊരു മോക്കറി കേട്ടാൽ പോലും സത്യം മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഒരു ഹറാമിനു വേണ്ടി പ്രിൻസിപ്പിൾസ് മാറ്റുന്നു. ഒരു സമൂഹത്തിന്റെ അപ്രൂവലിനു വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലഘൂകരിക്കുന്നു. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ വീണ്ടും മുഴങ്ങുന്നു, ലക്കും ദീനുക്കും വലിയ ദീന്. ഒരു ദിവസം ഈ ലോകം അവസാനിക്കും. മനുഷ്യർ ഒറ്റയ്ക്കായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ വെൽത്തില്ല, ഫോളോവേഴ്സ് ഇല്ല, സ്റ്റേറ്റസ് ഇല്ല. ഒരു ചോദ്യം മാത്രം, നീ സത്യത്തിൽ ഉറച്ചു നിന്നോ? സൂറത്തുൽ കാഫിറൂൻ ഒരു ചെറിയ സൂറത്തല്ല, ഇതൊരു പ്രഖ്യാപനമാണ്, ഒരു വിശ്വാസിയുടെ ആത്മാവിന്റെ ശബ്ദം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലി തൗഹീദിൽ ഖാലിസ്. ശുദ്ധമായ തൗഹീദിന്റെ ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നൂർ ബിയോണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.